ഹായ് എവ്രിവൺ, നമസ്കാരം. ഒരു കുഞ്ഞു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. എന്താണെന്നറിയോ, ഞാൻ പലപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും കേൾക്കാറില്ല ആത്മഹത്യകളെ പറ്റി. നാട്ടില് പലതരം സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാർ ആത്മഹത്യയിൽ എത്താറുണ്ട്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് നമ്മൾ ഒരാളെയും ജഡ്ജ് ചെയ്യാൻ ആരുമല്ല. കാരണം ഒരു വ്യക്തി ആത്മഹത്യയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഏതൊക്കെ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാവും, എത്ര പേരുടെ സഹായം ചോദിച്ചിട്ടുണ്ടാവും, എത്ര നിസ്സഹായ അവസ്ഥയിൽ എത്തിയിട്ടായിരിക്കാം അതിലേക്ക് പോയിട്ടുണ്ടാവുക എന്നുള്ളതിനെ പറ്റി നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ അതിനെ ജഡ്ജ് ചെയ്യാൻ നമ്മൾ ആരുമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ചിലപ്പോൾ ആൾക്കാരിങ്ങനെ മറ്റുള്ളവരെ പേടിപ്പിക്കാനായിട്ട്, അതായത് ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള വളരെ അധികം ആൾക്കാരുണ്ട്. മച്യൂരിറ്റി ഇല്ലാത്ത അങ്ങനെയുള്ളവര് പെട്ടെന്നെടുത്ത് ചാടിയെടുക്കുന്ന ഒരു മറ്റുള്ളവരെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവണതയെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. മടുത്ത് ജീവിതം അവസാനിപ്പിക്കണം എന്നുള്ളതിലേക്ക് ആൾക്കാർ എത്തുന്നതിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോ ചിലർ പറയും, അയ്യോ അവർ ആത്മഹത്യ ചെയ്യണ്ടായിരുന്നു, എന്തിനാണ് അവർ ചെയ്തത്, അവർക്ക് എന്തൊക്കെ വഴികളുണ്ടായിരുന്നു ജീവിക്കാൻ. ബട്ട് ടു ബി ഓണസ്റ്റ്, അത് കടന്നു പോകുന്നതിന് മുമ്പ് അവർ ഒരുപാട് വഴികളിലൂടെ മെന്റലി, ഇമോഷണലി, ഫിസിക്കലി, ഫൈനാൻഷ്യലി ഒക്കെ സഞ്ചരിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടായിരിക്കും അവർ തീരുമാനം എടുത്തിട്ടുണ്ടാവുക. അപ്പൊ ഈ ഒരു കുഞ്ഞൊരു ടോക്കിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, വിവാഹം കഴിഞ്ഞെത്തിയ പെൺകുട്ടികൾ ഗാർഹിക പീഡനത്താൽ അല്ലെങ്കിൽ ചെന്നെത്തുന്ന എടുത്തെന്നുള്ള ഒരു ടോക്സിക് പെരുമാറ്റം കൊണ്ട് ആരാലും മനസ്സിലാക്കപ്പെടാതെ സ്വന്തം ജീവിതം അവസാനിപ്പിക്കുന്നവരുണ്ട്. അതിൽ ചിലത് മർഡർ ആണോ അതെയോ എന്താ പറയാ അവർ തന്നെ ചെയ്തതാണോ എന്നുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ഫ്രം ടൈം ടു ടൈം നമ്മൾ ഈ ന്യൂസ് കാണുന്നുണ്ട് അല്ലെ. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇവരിൽ പലരും നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, ഇവരിൽ പലരും ജോലിയുള്ളവരാണ്, എന്നിട്ടും അവർക്ക് അതിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ പറ്റുന്നില്ല ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന്. അല്ലെങ്കിൽ അവർ നേരിടുന്ന ആ ഒരു അവസ്ഥയിൽ അവർ തളർന്നു പോവാണ്. അപ്പൊ അവർ പലരും വീട്ടുകാരെ വിളിക്കുന്നുണ്ടാവാം. നമ്മൾ വോയിസ് ക്ലിപ്പൊക്കെ കേൾക്കാറുണ്ട്. അപ്പൊ അവരുടെ വീട്ടുകാർ പറയും, നിങ്ങൾ പിടിച്ചു നിൽക്കൂ, അല്ലെങ്കിൽ സമൂഹത്തിന് നാണക്കേടാണ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അങ്ങനെയെന്നുള്ളത്, അല്ലെ അതിന്റെ ഒരു റൂട്ട് കോസ് എന്താണെന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ എപ്പോഴും കുട്ടികളെ വളർത്തുന്നത് പെണ്ണ് പെണ്ണായിട്ടും ആണ് ആണായിട്ടുമാണ് അല്ലെ. നമ്മൾ മനുഷ്യരായിട്ട് അവരെ വളർത്തുന്നില്ല. അതൊരു വലിയ തെറ്റാണ്, ഭയങ്കര വലിയ തെറ്റാണത്. നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ അവരെ മനുഷ്യരായിട്ട് വളർത്തുക. നമ്മൾ വളർന്നാലും നമ്മൾ മനുഷ്യരായിട്ട് ജീവിക്കുക. മനുഷ്യരായിട്ട് ജീവിക്കാൻ പഠിക്കുമ്പോൾ, ഞാൻ പെണ്ണാണ് അതുകൊണ്ട് ഞാനിങ്ങനെ, എനിക്ക് തന്നെ നല്ല അനുഭവമുള്ള കാര്യമാണ്. കാരണം ഞാൻ വളർന്നപ്പോൾ ഞാൻ ആക്ച്വലി ഒരു ടു ബി ഓണസ്റ്റ് ചെറുപ്പത്തിലേക്ക് ഒരു ഗുണ്ട ടൈപ്പായിരുന്നു. പക്ഷെ വളർന്നു വന്നപ്പോൾ ഞാൻ സൈക്കിളിലാണ് സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. നമ്മുടെ ആ സമയത്ത് തൃക്കാരിയൂര് പോലത്തെ ഒരു ഗ്രാമത്തിൽ നിന്ന് അങ്ങനെ സൈക്കിളിലൊക്കെ പോകുന്ന ആൾക്കാർ വളരെ കുറവായിരുന്നു. ഞങ്ങൾ കുറച്ച് പേര് ഗ്രൂപ്പ് കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞാനിങ്ങനെ എന്താ പറയാ, മരത്തിൽ വലിഞ്ഞു കയറുക, അങ്ങനത്തെയൊക്കെ ഒരു ടൈപ്പ് ആളായിരുന്നു. പക്ഷെ പറഞ്ഞു ഒതുക്കുക എന്ന് പറയില്ലേ, അതായത് ഉറക്കച്ചിരിക്കരുത്. ഒരുപാട് ഉറക്കച്ചിരിച്ചാൽ കരയേണ്ടി വരും. ഞാൻ ഭയങ്കരമായിട്ട് ചിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ഇത് കേട്ട് എനിക്ക് ഞാൻ ചിരിച്ചാൽ നാളെ കരയോ എന്നുള്ളൊരു ബോധം എന്റെ ഉപബോധ മനസ്സിലേക്ക് അറിയാണ്ട് തന്നെ എന്താ പറയാ എസ്റ്റാബ്ലിഷ്ഡ് ആവാണ്. അതുപോലെ കാല് ഉയർത്തിയിരിക്കരുത്, അല്ലെങ്കിൽ മൂത്തവരോട് നമ്മൾ ഉറക്ക സംസാരിക്കരുത്, പ്രായത്തിൽ മൂത്തവരോട് ഉറക്ക സംസാരിക്കരുത്. ആരെന്ത് പറഞ്ഞാലും, പ്രായത്തിൽ മൂത്തവർ ആരെന്ത് പറഞ്ഞാലും തിരിച്ചു പറയരുത്. അങ്ങനെ ഒരുപാട് നോകളിൽ കൂടെ ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളിൽ കൂടെ നമ്മുടെ സമൂഹം പെൺകുട്ടികളെ കടത്തിക്കൊണ്ട് പോകുമ്പോൾ, ആൺകുട്ടികളോട് നമ്മൾ എന്താ പറയാ, നിങ്ങൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രിവിലേജ്ഡ് ആണ് എന്നുള്ള ഒരു കാര്യത്തിൽ കൂടെ വളർത്തിക്കൊണ്ടുവരികയാണ്. അപ്പൊ രണ്ടുപേരും, ഈ മെന്നും വിമണും ഈക്വലി നമ്മൾ ഈ സോഷ്യൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് വെരി വെരി ഡിഫിക്കൽട്ട് ടു അൺലേൺ. ഓക്കെ, നമ്മൾ എത്ര എഡ്യൂക്കേറ്റഡ് ആയാലും, ഇപ്പൊ നിങ്ങൾ പലരും നവ്യ നായരുടെ ഇന്റർവ്യൂസ് കാണുന്നുണ്ടാവും. എത്ര സെൻസിബിൾ ആയിട്ടാണ് ആ കുട്ടി സംസാരിക്കുന്ന ഒരു ഗ്രോത്തിനെ പറ്റി, ആ കുട്ടിയുടെ. അതായത് നമ്മൾ എത്ര പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു കുടുംബത്തിൽ വളർന്നാലും, നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയാലും, നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആയാലും, നമ്മുടെ ഉള്ളിൽ ഈ സോഷ്യൽ കണ്ടീഷനിങ് കിടക്കുന്നുണ്ട്. നമ്മളൊരു ഭാര്യയാവുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കണം,
അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു വീട്ടിൽ പോകാനുള്ള ആൾക്കാരായിട്ടാണ് നമ്മൾ പെൺകുട്ടികളെ വളർത്തുക, അല്ലേ? അത് തന്നെ എന്തൊരു കഷ്ടാണ്, ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോ ഈ ടോപ്പിക്ക് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ രണ്ടുപേര്, മെൻ ആൻഡ് വുമൻ, ഒരു മാസീവ്ലി ടോക്സിക് ആയിട്ടുള്ള സോഷ്യൽ കണ്ടീഷനിങ്ങിൽ കൂടെ വളർന്നു വരുന്ന ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിൽ. എല്ലാ സമൂഹത്തിലും ഉണ്ട്, നമ്മുടെ സമൂഹത്തിൽ കൂടുതലാണ്. അപ്പോ ഈ പ്രോസസ്സ് അൺലേൺ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ചും കുട്ടികളെ, നിങ്ങൾ ഇനി കല്യാണമൊക്കെ കഴിക്കാൻ പോകുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളാണ്. അപ്പോ നിങ്ങൾ ചെന്നുപെടുന്ന സ്ഥലം ടോക്സിക് ആണ്. നിങ്ങളുടെ അച്ഛനമ്മമാര് പോലും നിങ്ങളോട് പറയാൻ ഇറങ്ങിപ്പോരരുതെന്ന് പറയുകയാണെങ്കിലും നിങ്ങൾക്കൊരു ചെറിയ വരുമാനമെങ്കിലും ഉള്ള ഒരു ജോലി ചെയ്ത് ജീവിക്കാമെന്നുള്ള ഒരു ഉറപ്പിൽ നിങ്ങൾ ആരുടെയെങ്കിലുമൊക്കെ സഹായം നേടി ഇറങ്ങിപ്പോരണം. ജീവിതം അവസാനിപ്പിക്കരുത്. ഓരോ വാർത്തകൾ കാണുമ്പോഴും ഭയങ്കര സങ്കടമാണ്. കാരണം ഈ ആത്മഹത്യ ചെയ്യുന്നവരെല്ലാം തന്നെ ഈ സോഷ്യൽ കണ്ടീഷനിങ്ങിന്റെ ഇരകളാണ്. ശരിക്കും ഞാനിപ്പോ സംസാരിക്കുന്നത് പെൺകുട്ടികൾ, ആൺകുട്ടികൾ, സ്ത്രീധനം, അവർ ചെന്ന് കയറുന്ന ഇടത്തുള്ള ടോക്സിസിറ്റി എന്നുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾ പോലും ഈ സോഷ്യൽ കണ്ടീഷനിങ്ങിന്റെ ഇരകളാണ്. കാരണം നമ്മൾ അവരിൽ വച്ചിരിക്കുന്ന എക്സ്പെക്ടേഷൻസ് അത്രയും കൂടുതലാണ്. അപ്പോ നമ്മളെല്ലാവരും കോൺഷ്യസ്ലി, അതായത് കോൺഷ്യസ്ലി ആയിട്ടുള്ള ഒരു എഫേർട്ട് എടുത്തിട്ട്, ഈവൻ വീടുകളിൽ പോലും ഭാര്യ ആയാലും ഇങ്ങനെയായിരിക്കണം, ഭർത്താവായാലും ഇങ്ങനെയായിരിക്കണം, അങ്ങനെയൊന്നുമില്ല. നമ്മൾ മനുഷ്യരായാൽ മതി. ഒരു റൂഫിന്റെ അടിയിൽ രണ്ട് മനുഷ്യർ താമസിക്കുകയാണ്, അല്ലാണ്ട് ഭാര്യയും ഭർത്താവാണ് എന്ന് പോലും ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പൊ അത് ആ ഒരു സോഷ്യൽ കണ്ടീഷനിങ് എന്നുള്ളൊരു പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി, ആവശ്യമില്ലാത്ത മെയിൽ ടോക്സിസിറ്റികൾ കളഞ്ഞ്, ആവശ്യമില്ലാത്ത ഫീമെയിൽ സബ്മിഷൻസ് കളഞ്ഞ്, നമ്മൾ ശക്തിയാണ് എന്ന് മനസ്സിലാക്കി സ്ത്രീകളും ശിവനാണ് എന്ന് മനസ്സിലാക്കിയ പുരുഷന്മാർ. അത് ഞാനൊരു ഹിന്ദു രീതിയിൽ പറയുന്നുവെങ്കിലും ബേസിക്കലി ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാല്, ഈ ശക്തി ശിവൻ കോൺസെപ്റ്റ് ഒക്കെ വിടുക, ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആക്കാം, അതൊക്കെ വിടും. നമ്മളെല്ലാവരിലും ശക്തിയും ശിവനുമുണ്ട്, അതാണ് കറക്റ്റ്. അതായത് മെന്നിലുമുണ്ട്, വുമണിലുമുണ്ട്. അപ്പോ അത് ഇനി ആ രീതിയിൽ ചിന്തിച്ചില്ലെങ്കിൽ പോലും ഒരു മാൻ ആൻഡ് ഫീമെയിൽ എലമെന്റ് നമ്മളിൽ എല്ലാ മനുഷ്യരിലുമുണ്ട്. അതെങ്ങനെ ബാലൻസ്ഡ് ആയിരിക്കുന്നു അതിനനുസരിച്ച് ഓരോ ഹൗസ് ഹോൾഡിലും നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പൊ ഒരാൾക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്ന, അത് മാനാവട്ടെ വുമണാണ്, അവര് കുക്ക് ചെയ്യുക. ആർക്കാണോ ക്ലീൻ ചെയ്യാൻ പറ്റുക അവര് ക്ലീൻ ചെയ്യുക. അല്ലാതെ പ്രത്യേകിച്ചൊരു റോൾ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ജീവിതം നമ്മൾ തുടങ്ങാൻ പോയാൽ ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസിൽ കൂടെ കടന്നു പോകും നമ്മള്. അപ്പോ ടു കൺക്ലൂഡ്, വാട്ട് ഐ റിയലി വാണ്ട് ടു സേ ഇസ്, we have all gone through social conditioning and massive toxic social conditioning, and let us all start to unlearn one thing at a time, one day at a time, to realize that we are all human beings and we are all here to help each other, love each other, protect each other and nourish each other, not to destroy each other. അതൊന്ന് പറയണമെന്ന് തോന്നി. ഒത്തിരി നീണ്ടുപോയാൽ നിങ്ങൾ ആരും ഇത് കേട്ടൊന്നും വരില്ല. അതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു.